ഹായ് സ്റ്റുഡൻസ്, നെറ്റ് എക്കണോമിക്സിന്റെ ഒരു വായിക്കും നോക്കിയാലോ. ക്വസ്റ്റൻ എന്താ പറയുന്നത്? എൻഡോജീനിയസ് ഗ്രോത്ത് തിയറി അസ്യൂംസ്, അതായത് നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, ഇന്റർനാഷണൽ എക്കണോമിക്സ് ആയിക്കോട്ടെ, ഇതിനെല്ലാത്തിനും കൂടുതലും അസംഷനെ ബേസ് ചെയ്തിട്ടാണ്, നമ്മുടെ തിയറീസിന്റെ അസംഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ അസംഷൻ നന്നായിട്ട് ക്ലാരിറ്റി വരുത്തുക. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ഇതുപോലത്തെ MCQ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ അസംഷനെ ബേസ് ചെയ്താട്ടോ. അപ്പൊ എന്താണ് എൻഡോജീനിയസ് ഗ്രോത്ത് തിയറി ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് എൻഡോജീനിയസ് ഗ്രോത്ത് തിയറി? അതായത് ഗ്രോത്ത് ഇന്റേണൽ ഫാക്ടേഴ്സ് മൂലമാണെന്ന് പറയുന്നതാണ് എൻഡോജീനിയസ് ഗ്രോത്ത് തിയറി. അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ്, ഇന്നോവേഷൻസ് ഒക്കെ വഴി പ്രൊഡക്ടിവിറ്റി കൂട്ടാം, ഗ്രോത്ത് കൂട്ടാം എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. അപ്പൊ ആരൊക്കെയാണ് എക്കണോമിസ്റ്റുകൾ വരുന്നത്? ആരോ, റെബെല്ലോ, റോമർ, ഉസാവ, സിദ്രസ്കി, ഇവരൊക്കെയാണ് നമ്മുടെ എക്കണോമിസ്റ്റുകൾ വരുന്നത്. ഇനി അസംഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു ഫാക്ടർ ആണ് ആദ്യത്തെ അസംഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സോളോയും ഹാരോഡോമറും എന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഇദ്ദേഹം പറഞ്ഞത്. അതുപോലെ എന്താണ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്, പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ഉണ്ട്, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ഫോർ എ സിംഗിൾ ഫാക്ടർ. സിംഗിൾ ഫാക്ടർ ആണെങ്കിൽ കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്കെയിൽ ആണ്. എല്ലാ ഫാക്ടേഴ്സും ചേർന്നാണെങ്കിൽ ഇൻക്രീസിംഗ് റിട്ടേൺസ് ആണ്. ടെക്നിക്കൽ പ്രോഗ്രസ് ഉണ്ട്. അതുപോലെ സേവിങ്സ് എക്സോജീനിയസ്ലി ഡിറ്റർമിനന്റ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് അസംഷൻസ് വരുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം എന്താ പറയുക? ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. യെസ്, അതവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ല, ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. അതുകൊണ്ട് ഇത് തെറ്റിപ്പോയി. ഇനി ഡിക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ അല്ല, ഇൻക്രീസിംഗ് ആണ് വേണ്ടത്. ഇവിടെ നോക്കാം, ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ ആൻഡ് ഇംപെർഫെക്റ്റ്. യെസ്, അപ്പോൾ ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ വരുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു മിനിറ്റിൽ ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് നമ്മൾ ഫോളോ ചെയ്യുക. താങ്ക്